പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും മിറക്കുലർ സൺസ് ഓഫ് മിനിസ്റ്ററുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. മഞ്ഞ സഹോദരൻ വിൽസൺ ഈസ് ഓൺ ദ ലൈൻ. നമുക്ക് സഹോദരനോട് ചേർന്ന് അല്പസമയം പാടി ദൈവത്തെ സ്തുതിച്ച് മാറ്റാം. വിൽസൺ, വുഡ് യു പ്ലീസ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ മാത്യു ഉമ്മൻ സാർ അവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളൊക്കെ വരുമ്പോൾ ഹല്ലേലൂയ, നാം ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ, ക്രൂശിൽ ചെയ്ത വലിയ ത്യാഗത്തെ ഓർക്കുമ്പോൾ നമ്മുടെ വേദനകളൊന്നുമില്ല. ആ നന്ദിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരല്ലാതെ മറ്റൊന്നുമില്ല. അത് ഓർപ്പിക്കുന്ന ഒരു പാട്ട് നമുക്ക് പാടാം. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നമ്മളെ ഉള്ളം കയ്യിൽ താങ്ങി നടത്തുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാമിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. ഹല്ലേലൂയ. നമ്മുടെ കാൽവരിയിൽ കാണുന്ന കർത്തനെ നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ കണ്ണുകൾ നിറയാതിരിക്കുമോ? ഹല്ലേലൂയ. പാപിയമെന്നെ നേടുവതേശു കാൽവരിയിൽ തന്നെ, പാപിയമെന്നെ നേടുവതേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതു പോരാ. കാര്യപാണികൾ തറയും എൻ പേർക്കായല്ലോ, കാര്യപാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ.
ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ഹല്ലേലൂയ. എത്ര വാസ്തവമാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും അത് മതിയാകില്ല. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണുണി പോലെ നമ്മളെ പരിപാലിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ഉള്ളംകരത്തിൽ വഹിച്ച് മാറോട് ചേർത്ത് സ്നേഹിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ ഹൃദയത്തിലാണ് നാം വസിക്കുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അത് ഓർപ്പിക്കുന്ന ഒരു പാട്ട് കൂടി നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. ഹൃദയത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൽ കുരുക്കതിൽ വീണതില്ല. ഹൃദയത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൽ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും
യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണിപോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. സ്നേഹമാകും യേശുവേ. സ്നേഹമാകും യേശുവേ. എന്റെ മാതാപിതാക്കൾ ഞങ്ങൾ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ എനിക്കൊരു സഹോദരിയുണ്ട്. അപ്പോ ആ ഒരു പിന്നെ അവന്റെ ആ വേർപാട് കഴിഞ്ഞതിന് ശേഷം ഞാനും എന്റെ മമ്മിയും ഞങ്ങൾ രണ്ടുപേരും പിന്നെ എനിക്കൊരു സഹോദരി ഞങ്ങൾ അങ്ങനെ പിന്നെ കർത്താവിന് വേണ്ടി മുന്നോട്ട് ജീവിച്ചു പോകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എന്റെ മമ്മി കർത്താവുമായിട്ടുള്ള ബന്ധമുള്ള ഒരു മാതാവായിരുന്നു എന്റെ മമ്മക്ക്. എന്റെ മമ്മിയുടെ മരണശേഷമാണ് ഞാൻ ആത്മീയമായ ഒരുപാട് ദൈവത്തോട് അടുക്കുവാൻ പറ്റുന്ന ദൈവതയാക്കിയത്. മറ്റേ എപ്പോഴും പ്രാർത്ഥിക്കുവാനൊക്കെ സൂക്ഷിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാ കാര്യത്തിലും മമ്മി കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും മമ്മി ഉള്ളത് കൊണ്ട് ഞങ്ങൾ അത്രത്തോളം ദൈവത്തോട് അത്രത്തോളം അടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മരണത്തിന് ശേഷമാണ് കർത്താവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധം പല കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു മാതൃകയുള്ള ഒരു മാതാവായിരുന്നു ഞങ്ങളുടെ മോള്. ആ ഒരു മാതൃകയാണ് മുന്നോട്ട് പിൻപറ്റുവാൻ നമ്മുടെ ദൈവം ഇടയാക്കി തീർന്നത്. എന്റെ വിവാഹം പിന്നെ 1997 നടന്നത്. 97 നടന്നു. ആ സമയത്തൊക്കെ എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ സൗദി അറേബ്യയിലായിരുന്നു പിന്നെ ജോലി ചെയ്തത്. അതിനുശേഷം എന്റെ ഹസ്ബൻഡ് കടന്നു പോകാൻ പെട്ടെന്ന് ദൈവം ഇടയാക്കിയില്ല. അവിടെ ആ ഒരു 1995 അപ്പൊ ജയിലിലൊക്കെ പിന്നെ കിടന്ന ഒരു വ്യക്തിയുടെ 27 പേരുള്ളതിൽ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കർത്താവിന് വേണ്ടി അന്നും മരണത്തെയും വരികയും കർത്താവിന് വേണ്ടി നിന്നൊരു പിന്നെ ദേവദാസനായിരുന്നു. ആ സമയത്ത് ജോലി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഉപേക്ഷിച്ചു. എന്റെ മാതാവിന് അതുപോലെ നന്നായിട്ട് ഞങ്ങളോടൊപ്പം നിന്നു. പിന്നെ ആ ഒരു പിന്നെ സാഹചര്യത്തിൽ കർത്താവ് ദുബൈക്ക് പോകുവാൻ കർത്താവ് ദൈവം ഇടയായി. അവിടെയും കർത്താവിന് വേണ്ടി നിന്നു. 2010
പിന്നെ ഓർഡിനേഷൻ കിട്ടുവാൻ തക്കണ ദൈവം ഇടയാക്കി. അബുദാബി ചർച്ചിലെ ജേക്കബ് ജോൺസ് എന്ന് പറഞ്ഞ ആ ദേവദാസന്റെ പിന്നെ കൂടെ ശുശ്രൂഷനായിട്ട് നിൽക്കുവാനും രണ്ട് എമറേറ്റ്സിലാണ് 2 സഭകളൊക്കെ സ്ഥാപിക്കാൻ തക്കവണ്ണം സ്വപ്നത്തിലെ ദൈവം ഇടയാക്കി. എന്റെ പ്രിയപ്പെട്ടവർ നല്ലൊരു ശതമാനവും ായിരുന്നു കർത്താവിന്റെ വേല ചെയ്തത്. എന്നാൽ ഞങ്ങൾ രണ്ട് ഗ്രൂപ്പത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവിന് വേണ്ടി നിന്നത്. എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് 23 വയസ്സ് തുടങ്ങാവുന്ന സമയത്താണ് എന്റെ വിവാഹം. ആ ഒരു ടൈമിലെല്ലാം കർത്താവിന് വേണ്ടി എനിക്ക് നാട്ടിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ദൂഷിക്കാനും പ്രാർത്ഥിക്കാനും കൈത്താളെ ഓടിക്കുവാനും ആത്മാക്കളെ നേടുവാനും സുവിശേഷം പറയുവാനും എല്ലാ സ്ഥലങ്ങളിലും കർത്താവിന് വേണ്ടി നിർത്തുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതിനിടയിൽ ദുബൈയിൽ പോയ ആ ടൈമിലായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. അവള് 4 മാസം വരെ കിടന്നുള്ളൂ. തലമുറയെ തരില്ല എന്നൊക്കെ ശത്രു വാദിച്ചത് സ്വർഗത്തിലെ ദൈവം അതിന്റെ നടുവിൽ കർത്താവാത്സവങ്ങളെ പ്രവർത്തിച്ചു. 4 മാസം വരെ കിടന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 8 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ദൈവം 2 തലമുറയെ കൂടെ തന്നു. യോബിന്റെ ജീവിതത്തിലെ കഷ്ടതയൊക്കെ കടന്നു വന്നിട്ട് ദൈവത്തെ തിരിച്ചു പറയാൻ ഇടയാക്കാതെ സ്നേഹിതരും സ്വന്തം ഭാര്യ പോലും അവരെ ഒറ്റപ്പെടുത്തിയപ്പോൾ ദൈവത്തോട് കൂടെ നിന്നതുപോലെ ഇരട്ടിയായി പ്രതിഫലം ദൈവം യോബിന് കൊടുത്തതുപോലെ കർത്താവ് നോക്കിയത് 2 തലമുറയെ ദൈവം തരുവാൻ തക്കം ദൈവം ഇടയാക്കി. അതിലെ മൂത്ത വയതിലാണ് ജോർജിയയിൽ പഠിക്കുവാൻ പോയത്. അവളിപ്പം മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ഇയർ 3rd സെമാണ്. ഇനി 4 വർഷം കൂടെ ഉണ്ട് അവിടെ പഠനം. അപ്പൊ ഈ 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ദൈവം 2 തലമുറയിൽ തന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ മോള് അവിടെ എന്റെ ഡെലിവറി സമയത്താണെങ്കിൽ സിസേറിയനായിരുന്നു. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. അനക്കമില്ല എന്ന് പറയുന്ന സ്ഥാനത്ത്. അപ്പോൾ ഡോക്ടർ വേഗത്തിൽ ചോദ്യം ചെയ്തെടുക്കുമായിരുന്നു. അത് കുറച്ചെടുത്തതിന് ശേഷമാണെങ്കിൽ ഒരു മാംസത്തിന്റെ ആകത്തക്കവണ്ണം വിശാന്തി ശരിക്കും ബാധിച്ചു. എന്നാൽ അവൾ പുറത്തു വന്നതിന് ശേഷം ഇച്ചിരിയും കണ്ണും മൂക്കിന്റെ പാലൊന്നുമില്ല, 2 ദ്വാരം മാത്രം. അതുപോലെ എല്ലാ അവയവങ്ങളും പുറത്തു വന്നതിന് ശേഷമാണ് അവൾക്ക് സൃഷ്ടിക്കുവാൻ പറ്റുന്ന ഇടയാക്കി. അവള് ഒരു വലിയൊരു അത്ഭുത ശിശുവെന്ന് എനിക്ക് പറയാം. കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ ഇടയായി. പക്ഷെ അവള് പഠിക്കുന്നെങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മിഷണറിയായി ദൈവം പുറത്തു കൊണ്ടുവരുവാനായിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അവളെ ആ രീതിയിൽ എന്റെ പ്രിയപ്പെട്ട ഗൾഫിലാണെങ്കിലും ഈ 2 പെൺകുഞ്ഞുങ്ങളെ വളർത്തുവാനും അവരെ ആത്മീയത്തിൽ കൊണ്ടുവരുവാനും നല്ലൊരു അന്തരീക്ഷം ദൈവം എനിക്ക് തന്നു. കർത്താവ് എപ്പോഴും ശോധനകൾ കടന്നു വന്നാലും ഭാരങ്ങളും വേദനയും ഒക്കെ കടന്നു വന്നാലും എന്റെ മമ്മി കാണിച്ചൊരു മാതൃകയായിരുന്നു. അന്ന് ഞങ്ങള് ദൈവത്തോട് ഇഷ്ടപ്പെട്ട സമയത്തും അതിന് എന്റെ മമ്മി മരണ സമയം വരെ അങ്ങനെ പാസ്റ്റേഴ്സ് ഒന്നും ഞങ്ങളുടെ വീട്ടിൽ വരാനില്ല. എന്റെ പപ്പ രക്ഷിക്കപ്പെടാത്തത് കൊണ്ട് അങ്ങനെ വരാനുള്ള അനുവാദം ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്റെ മമ്മി എപ്പോഴും ഏതൊരു വിഷയം കിട്ടിയാൽ നെടുമ്പാട് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവെ, നീയാണ് എന്നെ വിളിച്ചിറക്കിയത്. എന്റെ ശബ്ദത്തിന് മുമ്പാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയത്. നീ എന്റെ വിഷയത്തിൽ വിടുതൽ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വന്തം വിഷയത്തെക്കാളും എന്റെ മമ്മിയുടെ കയ്യിൽ ഒരു വിഷയം കിട്ടിയാല് ആ വിഷയത്തിൽ ഒരു അവധി വരുന്നിടം വരെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുമായിരുന്നു. അതിനെല്ലാം വളരെ വിടുതൽ കാണുവാനും മരണശേഷം വരെയും പിന്നെ അനേക സുശേഷം പറയാൻ പോകാനും ശുശ്രൂഷ ചെയ്യുവാനും കർത്താവിന് വേണ്ടി നിൽക്കുവാനും വളരെ വിശുദ്ധിയോടെ നിന്റെ ഒരു മാതാവാണ് എന്റെ മാതാവ്. ആ ഒരു പാദത്തിൽ തെറ്റുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിടയാക്കും. അപ്പം 2 കുഞ്ഞുങ്ങളുള്ളതിലെ ഇളയ കുഞ്ഞിന്റെ ഡെലിവറി സമയത്ത് ഇതുപോലെ ഞാനാണോ കുഞ്ഞാണോ എന്നുള്ള ആ ഒരു രീതിയിൽ 2 പേരും മരണത്തിന്
ആരെങ്കിലും ഒരാളെ അവശേഷിപ്പിച്ചുള്ളത് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ രണ്ടുപേരെയും വിടുതലോടെ പുറത്ത് ദൈവം കൊണ്ടുവന്നു. ഓപ്ഷനും ഒക്കെ കൊടുത്താണ് അങ്ങനെ സിസേറിയൻ ചെയ്യുവാൻ തക്ക സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയെന്നാല് അതിന്റെ നടുവിലും ഓപ്പറേഷൻ ചെയ്യത്തില് ദൂരെ ഇറങ്ങി മൊത്തം വിധിപ്പിക്കുകയായിരുന്നു. ദൈവത്തിലെ വലിയ ഒരു പ്രവൃത്തി കാണുവാൻ തക്ക സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആ ദൈവം ഇതുവരെ ഞങ്ങളെ കരം പിടിച്ച് നടത്തിയെന്ന് പറഞ്ഞാൽ മതി. ഏതെല്ലാം വിഷയങ്ങള്, ഭാരങ്ങള്, നിരാശകളൊക്കെ കടന്നു വരുമ്പോൾ അരുമനാഥന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇതുവരെ കർത്താവിനെ ഓർത്തു. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ മോക്ക് പിന്നെ 13 വയസ്സുള്ള സമയത്ത് ഇതുപോലെ കുഞ്ഞിനെ അറിയിക്കുന്നത് പെട്ടെന്ന് ബ്ലഡിന്റെ കൗണ്ട് കുറയുക റെഡിയായിട്ട് അതിന് മുമ്പേ വയറുവേദന, ശരീരത്തിനൊക്കെ വേദനയെങ്കിലും എവിടെ വന്നതുപോലെ ആത്മീയ പാടാൻ കഴിവുള്ളവരായിരുന്നു. ഇവർ രണ്ടുപേരും പാടാനും മൂത്തപേരും പ്രസംഗിക്കുകയും അവരെല്ലാം ചെയ്യുന്ന സൺഡേ സ്കൂളിലും എല്ലാത്തിനും മുൻപന്തി നിന്ന കുഞ്ഞുങ്ങളായിരുന്നു. പല ദേവദാസക്കാരി കൂടെ സംസാരിച്ചത് അവർ വ്യത്യസ്തരായിരുന്നു എന്നാണ്. കർത്താവിന് വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്ത കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമുക്കൊന്നും ദൈവത്തോട് ചോദിക്കുവാനോ ഒന്നും നമുക്ക് കഴിയില്ല. കർത്താവ് പറഞ്ഞു, കർത്താവ് എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ. അല്ലാതെ നമുക്കൊന്നും എനിക്ക് കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. ഓരോരുത്തരെ ഒരുക്കി വിടുവാനും ദൈവം എന്നെ അതിൽ ഒരുക്കി കർത്താവിനെ ബലപ്പെടുത്തിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് രണ്ടാമത്തെ മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ഇങ്ങനെ 2022 ഓഗസ്റ്റ് മാസത്തില് 29-ാം തീയതി ഇതുപോലെ കരിമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അവരാണെങ്കില് അവിടുത്തെ ഡോക്ടർക്ക് പറ്റുന്നതിന് അധികം ദിവസം ഡെലിവറിക്ക് പോകേണ്ടത് കൊണ്ട് ഞങ്ങള് പുഷ്പേരി ഹോസ്പിറ്റലിലോട്ട് വിട്ടു. അവിടെ ചെന്നിട്ട് ഞാൻ അവർ പറയുന്നത് ബ്ലഡിനകത്ത് ഇതുപോലെ ബ്ലഡ് കൗണ്ട് കുറയുമ്പോൾ ബ്ലഡിനകത്ത് ക്യാൻസറുണ്ട് എന്നിങ്ങനെ അറിയുവാനിടയായിട്ടൊന്നും ഞങ്ങൾ പിന്നെ സെപ്റ്റംബർ 1-നാണ് ഹോസ്പിറ്റല് റീജിയനിലോട്ട് അവര് ഞങ്ങളെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ ഒരു കോഴ്സ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. വളരെ വേദനകൾ നിറഞ്ഞ സമയമായിരുന്നു. പിന്നെ ആ ഒരു അവസ്ഥയിൽ വന്നപ്പോ എന്റെ ശരീരത്തിന് പോലും എന്റെ ആ വേദനകൾ എന്റെ അസ്ഥിക്ക് പോലും കേറി പിടിച്ചു. എന്തിനാ കർത്താവ് ഇങ്ങനെ എന്നോട് ചെയ്തെന്ന് എനിക്ക് ചോദിക്കുവാൻ ദൈവത്തോട് എനിക്ക് കഴിയില്ല. എന്നാലും നീ തരുന്ന ആവശ്യം ആരോഗ്യം എനിക്ക് വീട് കഴിയണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട 2022 തന്നെ ഗൾഫിൽ നല്ലൊരു ജോലി നല്ലൊരു ഒരു പൊസിഷനിൽ വന്ന സമയത്തായിരുന്നു എന്റെ കുഞ്ഞിന് ഈ രോഗത്തിന്റെ ഒരു അവസ്ഥയുണ്ടായത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ എമർജൻസി ആയിട്ട് 2022 നാട്ടിൽ കയറി വരുക, സ്വർഗത്തിലെ ദൈവം ഇടയാക്കി ഒന്നിച്ച് പിന്നെ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. അന്ന് മുതൽ ഞങ്ങൾക്ക് വളരെ വേദനകൾ ഉണ്ടായിരുന്നു. 2023 മാർച്ച് 15-നാണ് അവൾ മരിക്കുന്നത്. അവൾ മരിക്കുന്നതിന് മുമ്പേ ഒരു ദിവസം രാത്രി ഒരു 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞ ഒരു 9:30 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോ ഇതുപോലെ അവളിങ്ങനെ വയ്യാതെ എഴുന്നേക്കത്തൊന്നുമില്ല, ഒക്കെ ചെയ്യുന്നെങ്കിലും അന്നേരത്തെ രീതിയിൽ അവളാണെങ്കിൽ ഒന്ന് പിന്നെ ഈ ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് നടത്തുകയോ ഒക്കെ ചെയ്യത്തതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പിന്നെ കുഞ്ഞിനെ എഴുന്നേക്കാൻ വയ്യാത്ത ഒരു ഇതാണ്. അന്നേരം ആ ഒരു ദിവസമാണെങ്കിൽ പിന്നെ അവൾ പെട്ടെന്ന് പിന്നെ അവർക്ക് വയ്യാത്ത ഒരു അനുഭവം പോലും വന്ന് ഞങ്ങൾ പെട്ടെന്ന് വന്നിട്ട് റൂമിലോട്ട് വന്ന് ഞങ്ങൾ മുട്ട് മടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അവളാണെങ്കിൽ നന്ദി യേശുവേ എന്ന് പറഞ്ഞ പാട്ട് മുഴുവനും പാടി. കൈയടിക്കാത്ത കുഞ്ഞ്, മുട്ടമേലിരിക്കാത്ത കുഞ്ഞാണെങ്കിൽ മുട്ടമേലിരുന്ന് കൈയടിച്ച് പാടി ആത്മാവിൽ ആരാധിച്ച് അവള് ദൂത് പറയുവാനിടയായി തീർന്നു. സിംഹാസനത്തിൽ നിന്ന് കുഞ്ഞാട് പിന്നെ സ്വർഗീയമാകുന്ന ദർശനങ്ങൾ ഇങ്ങനെ കണ്ട് അവളിങ്ങനെ പറയുവാൻ തന്നെയാണ് ഇടയായി തീർന്നു.
അവളാണെങ്കിൽ എന്നോട് പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, മമ്മി ഇന്ന ഇന്ന കാര്യമാ, അല്ലാതെ എന്നോട് ശരിക്കും ശത്രു പോരാടി എന്ന് പറഞ്ഞു ഓരോ വിഷയങ്ങൾ എന്നോട് അവൾ പറഞ്ഞു. വെളിപ്പാട് കാണുന്നത് എന്നോട് പറയുവാൻ പറ്റുന്ന ഇടയായി തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞൊരു പ്രാർത്ഥന വെക്കണം, പ്രാർത്ഥന ചർച്ചിന്റെ ഒരു പ്രാർത്ഥന വെക്കണം, ആൾക്കാരെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവളെ ഈ പഠിക്കുന്നതിനാണെങ്കിലും അവൾക്ക് ഏറ്റവും കൂടുതലാണെങ്കിൽ പിള്ളേരെ അവളും പഠിക്കും, പിള്ളേർക്കും പറഞ്ഞു കൊടുക്കും. അവളൊരു ടീച്ചിങ് രീതിയിലായിരുന്നു അവിടെ പഠനവും. സൺഡേ സ്കൂളിന്റെ ആണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും എല്ലാം ആ ഒരു അന്തരീക്ഷത്തിലാണ് മുന്നോട്ട് പോയത്. എന്നാൽ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ സുവിശേഷം പറയാൻ പോകാനും പ്രാർത്ഥിക്കും, മണിക്കൂർ നേരം പ്രാർത്ഥിക്കും. ഈ രോഗം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇന്ന് അവിടെ ആ വയ്യാടി സമയത്തൊക്കെ തന്നിരുന്നു മണിക്കൂർ നേരം പ്രാർത്ഥിക്കുന്നു. 1-ാം യാമത്തിലും ഒരു ദൈവദാസം പറഞ്ഞു 1-ാം യാമത്തിലും 2-ാം യാമത്തിലും ഒക്കെ പ്രാർത്ഥിക്കാം, അങ്ങനെ 4-ാം യാമത്തിലും ഒക്കെ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ മണിക്കൂർ പ്രാർത്ഥിക്കണം. അപ്പോൾ അവള് ചേച്ചിയോട് പറഞ്ഞു, നീ കിടന്നോ, ഞാൻ പ്രാർത്ഥിക്കുവാന്ന് പറയും. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഈ ശബ്ദം ആ രാത്രി കേട്ടു. ഞങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തി. അന്നേരം എന്റെ പ്രിയപ്പെട്ടവർ മനസ്സോട് ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇനി അവളെ എടുത്താലും അവള് ജീവനോട് ഇരുന്നാലും ഞങ്ങൾ നിന്നെ തള്ളി പറയത്തില്ലെന്നുള്ള ആ ഒരു വിഷയം ഒന്നിച്ച് കർത്താവിന്റെ വേല ചെയ്യണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നില്ല. പിന്നെ കുഞ്ഞിന്റെ ഈ മരണശേഷം അവള് മരിച്ചതിന്റെ 1 മാസം കഴിഞ്ഞതിന് ശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കുടുംബമായി ദൈവം ഞങ്ങളെ ഒരുക്കി. കരക്കര ചർച്ച്, ഞങ്ങളുടെ മാവേലിക്കര ചർച്ചിലെ ഷാരോന്റെ കരക്കര ചർച്ചിലാണെങ്കിൽ നമുക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. 2.5 വർഷം ഒരു 10 വർഷം കർത്താവിന്റെ വേല ചെയ്യുന്നതിന് തുല്യമായിരുന്നു. അതുപോലെ കർത്താവിന് വേണ്ടി അധികം ശോഭിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. വളരെ വേദനകളും ഭാരങ്ങളും ഒക്കെ നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഓരോ ദിവസവും ഞങ്ങളെ ബലത്തോടെ ധൈര്യത്തോടെ ദൈവം നിർത്തി. അവിടെ മരണ ടൈമിലാണെങ്കിൽ ഇതുപോലെ ദൈവം എന്നെ കാണിച്ചത് എന്നെ കണ്ണുകൊണ്ടിരുന്നില്ല. ഒന്നും ദൈവം ഞങ്ങളെ ഒന്നും അറിയില്ലെന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓരോ ദിവസം പ്രതീക്ഷയോടെ ആയിരുന്നു അവളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു അവിടെ മരണ ദിവസം അവിടെ കണ്ണുനീര് വന്നു സൈലന്റ് ആയിട്ടൊരു അവസ്ഥയായിരുന്നു. പക്ഷെ എനിക്കും തിരിച്ചൊന്നും പറയാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഞങ്ങൾ 2 മാത്രമേ ഉള്ളായിരുന്നു. എന്റെ 2 കണ്ണുനീരുള്ളപ്പം എന്റെ മനസ്സ് ഇടറുന്നു. കണ്ടപ്പം തന്നെ കർത്താവിന്റെ ഒരു അദൃശ്യമേറിയ കരം എന്റെ തോളിൽ തട്ടുവാൻ കൊണ്ട് ദൈവം ഇടയാക്കി. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ കർത്താവിനെ ആശ്വസിപ്പിച്ചു, ദൈവനെ ഉറപ്പിച്ചു. അവിടെ സർവീസിനും അവിടെ നമുക്ക് ഓരോ ഡ്രസ് എടുക്കാൻ പോകുന്നതിനും എല്ലാ കാര്യത്തിനും ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നോക്കണം. ദൈവം വലിയ ഉറപ്പും ധൈര്യവും എനിക്ക് തന്നു. ദൈവം വീണ് പോകുവാൻ ഇടയാക്കാതെ എന്റെ ഭാരം ഒരു വസ്ത്രം ഒരു ഉടുപ്പ് ഉരിഞ്ഞു മാറ്റുന്നത് പോലാണ് എന്റെ ഭാരം ദൈവം എന്റെ നെല്ലിൽ നിന്ന് നീക്കി കളഞ്ഞത്. ബലത്തോടെ ആരോഗ്യത്തോടാണ് ഞങ്ങള് ചർച്ചിന്റെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഇടയാക്കിയത്. 2023 മാർച്ച് 15-നായിരുന്നു കുഞ്ഞിന്റെ മരണം. ഏപ്രിൽ 16-ാം തീയതി ഏപ്രിൽ ആദ്യത്തില് ഞങ്ങള് ഞായറാഴ്ച ആരാധന നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ചർച്ചിലേക്ക് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആർക്കും ഇങ്ങനെ വേദനയിലൂടെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി ഇങ്ങനെ കർത്താവിന്റെ വേല ചെയ്യാൻ ആർക്കും കഴിയില്ല. എന്നാൽ ദൈവം ഞങ്ങളെ ഉറപ്പോടെ ധൈര്യത്തോടെ കർത്താവ് ഞങ്ങളെ നിർത്തി. വളരെ വേദനയോടെ കടന്നുപോയി. കർത്താവിന്റെ വേലയൊന്ന് ഞങ്ങൾ തന്നെ ആ സമയത്ത് വളരെ അവര് അവധി കൊണ്ട് ഒരുപാട് അവരാണെങ്കില് അവർക്കൊന്നുമില്ല. എന്നാലും വളരെ വേദനയോടെ ഇരുന്ന കുടുംബങ്ങളായിരുന്നു. ഞങ്ങള് ആരാധന നടത്തുവാൻ കടന്നുപോയി ഭവനത്തിൽ വെച്ചായിരുന്നു. അവര് പാവങ്ങളായിരുന്നത് കൊണ്ട് ഞങ്ങളോട് കൂടെ സഹകരിച്ചത് കൊണ്ട് ഞങ്ങളുടെ വേദന ഞങ്ങൾ ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ച്
കർത്താവിന്റെ വേല അവരോട് ചേർന്ന് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കി. അതുകൊണ്ട് അനേക വിടുതലുകൾ ആ ജനത്തിന്റെ ഇടയിൽ തക്കവണ്ണം കാണുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കി. ഞങ്ങൾ ആ പ്രാർത്ഥന നടന്ന ആ ഭവനത്തില് കടപ്പാരത്താൽ ഭാരപ്പെട്ട് അവര് 4 ലക്ഷം രൂപ എടുത്തത് ഒടുവിൽ 9 ലക്ഷം രൂപയായി. അപ്പൊ അത് നിമിത്തമായിട്ട് അവരുടെ വീട് തിരിച്ചു ചെയ്യുവാൻ തക്കവണ്ണം ബാങ്കിൽ നിന്ന് ഇതുപോലെ പിന്നെ ആൾക്കാർ വന്നത് വിട്ടുവെക്കുവാൻ തക്കണം വെക്കാൻ വേണ്ടി അവര് വന്നപ്പോൾ അപ്പം ആ കാര്യം പിന്നെ അന്ന് വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ പ്രാർത്ഥന നടക്കുന്ന ദിവസമായിരുന്നു. അമ്മാമ്മ ഇതുപോലെ ഞങ്ങൾ വേദനയോട് പറഞ്ഞു, ഞങ്ങളോട് പറയാതിരിക്കുമായിരുന്നു. ഞങ്ങൾ വേദനയോട് ചെന്നപ്പോൾ ഈ വിഷയം കൂടെ അറിയുമ്പോൾ ഞങ്ങൾക്ക് വേദനയാകുമല്ലോ എന്ന് വിചാരിച്ച് അവര് പറയാതിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ ഉപവാസ പ്രാർത്ഥന നെറ്റിന്റെ പ്രശ്നമായിരിക്കും ഇല്ലേ? വെയിറ്റ് ചെയ്യാം. ഞാൻ നെറ്റ് ഇഷ്യൂ ആണ്. കേൾക്കാമോ? കേൾക്കാം പറഞ്ഞാട്ടെ. ആ ആ ആ സമയത്താണ് ഞങ്ങൾ കൈ കോർത്ത് ഒരു 7 പേരുണ്ട്. 7 പേര് കൈ കോർത്ത് പാസ്റ്റർ പറഞ്ഞു നമ്മൾ ഒന്നിച്ച് കൈ കോർത്ത് പ്രാർത്ഥിക്കാം. ദൈവദാസൻ ഇതുപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഈ ലോണ് നീ എഴുതി തള്ളണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവാത്മാവ് ഹൃദയത്തോട് ഇടപെട്ടു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. അതിനാണെങ്കിൽ ദൈവം ഒരു വലിയ അത്ഭുതം കാണുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. 4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ ലോൺ എഴുതി തള്ളിയെന്ന് പറഞ്ഞുകൊണ്ട് വക്കീല് വിളിക്കുവാൻ തക്കണം ദൈവം ഇടയാക്കി. എന്റെ പ്രിയപ്പെട്ടനും കൂടെ കടന്നു ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കൈ കോർത്താണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അതിനൊരു വലിയൊരു വിടുതല്. അങ്ങനെ വസ്തുവില്ലാത്തവരുണ്ടായിരുന്നു, അവർക്ക് വസ്തു ലഭിക്കാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. വീടില്ലാതെ അത് പണിയാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ആണെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കുരുങ്ങി കിടന്ന കൂട്ടുകുടുംബ ആ രീതിയിലുള്ള വ്യവസ്ഥിതി അനുസരിച്ച് അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. അവർക്ക് ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറാനും അവർക്കൊരു വീട് പണിയാനും കഴിയാത്ത ഒരു അനുഭവമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ അവർക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവരുടെ വീട് പണി പൂർത്തിയായി. പക്ഷെ അതിന് എഡ്യൂക്കേഷൻ ചെയ്യുവാൻ എന്റെ പ്രിയത്തിന് കഴിഞ്ഞില്ല. അതിന്റെ ഒരു ദുഃഖം അവർക്ക് വേദനയുണ്ട്. പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുവാനും അങ്ങനെ പല രീതിയിലും കർത്താവിന്റെ പിന്നെ നാമം അവിടെ മഹത്വപ്പെടുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇപ്പൊ ഞങ്ങളൊരു ഈ 2.5 മാസം കൊണ്ട് ചർച്ച പണിയുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതിനെ കയറി പ്രാർത്ഥിക്കാനും 2 മാസത്തോളം അതിൽ പ്രാർത്ഥിക്കാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നത്. മെഡിറ്റേഷൻ അത് കഴിഞ്ഞ ശേഷം നടത്തണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന്റെ പിറ്റേ വ്യാഴാഴ്ചയാണ് എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഈ സംഭവം ഉണ്ടാകുന്നത്. നവംബർ 27-ാം തീയതി ആക്സിഡന്റ് ഉണ്ടാകുവാൻ ഇടയാക്കി. എന്നാൽ ആ ആക്സിഡന്റ് ഉണ്ടായ ആ സ്പോട്ടിൽ തന്നെ അബോധാവസ്ഥയിലായി പോയി. പിന്നെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. അവിടെ CPR ഒക്കെ കൊടുത്തതിന് ശേഷം ആദ്യത്തെ അവസ്ഥയൊക്കെ വളരെ ക്രിറ്റിക്കൽ ഭയാനകമായ അവസ്ഥയായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിൽ നിന്നൊരല്പം ഒരു നീക്കുപോക്ക് തരുവാൻ തക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതുമായി ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 സമയമാകുന്ന സമയത്താണ് വീട്ടിൽ നിന്നും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജോലിയൊക്കെ ചെയ്ത് നെറ്റിന്റെ ഇഷ്യൂ കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. പലർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് ഫംഗ്ഷൻ നടന്ന ആ ഫുഡൊക്കെ നല്ലതാണെന്ന് കണ്ടതുകൊണ്ട് മാവേലിക്കര ഒരു പിന്നെ ഫാസ്റ്റേഴ്സ് മീറ്റിങ്ങിന്റെ കാര്യത്തിനാണെങ്കിൽ അവർക്ക് ഫുഡിന്റെ കാര്യം വേണമെന്ന് പറഞ്ഞപ്പോൾ 2 ദിവസത്തെ വെള്ളിയാഴ്ച ചെയ്തു കൊടുക്കാം, ശനിയാഴ്ച നിങ്ങൾ പോയി ചെയ്തോണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ കാര്യം കൂടെ റെഡിയാക്കാനും കൂടാണ് എന്റെ പ്രിയപ്പെട്ടൻ കടന്നു പോയത്. പിന്നെ ഡ്രസ്സുകളും ഒക്കെ
ഞങ്ങൾക്ക് കൺവെൻഷൻ നടന്നു. പിറ്റേ ആഴ്ച കൺവെൻഷന് വേണ്ടി പോകാൻ വേണ്ടി അതിന്റെ ഡ്രസ്സ് വരെയും പോയി തയ്യക്കടയിൽ പോയി. പിന്നെ അച്ഛൻ സ്ഥിരം വാങ്ങിക്കുന്ന കടയുണ്ട്, അവിടെ പോയി തുണി വാങ്ങിച്ച ഒരു 1.5 മണിക്കൂർ 1.5 വരെ അവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഡ്രസ്സൊക്കെ അവിടെ കൊടുത്തു, പിന്നെ തയ്ക്കാൻ കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഈ വിഷയം അറിയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത്. അതിനുശേഷമാണ് ചരുമുടിന് പോയത്. പോയി തിരിച്ച് സാധനവും വാങ്ങിച്ചുകൊണ്ട് ആ 2 മണിയായപ്പോ എന്നെ വിളിച്ചു, ഇനി എന്തോ സാധനം വേണ്ടേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുവാൻ ഇടയായത്. ആ ഇടിച്ച ആ സ്പോട്ടിൽ തന്നെ ബോധമില്ലാതെ തലയ്ക്കും ശരീരത്തിനും എല്ലാ അവയവങ്ങൾക്കും ബുദ്ധിമുട്ടുകളൊക്കെ ആയി. അത് കഴിഞ്ഞ ശേഷമാണ് ഒരു കുറെ സമയം അവിടെ കിടന്നു എന്നാ പറയുന്നത്. അതിനുശേഷം ആംബുലൻസ് വന്ന് ലൈഫ് ലൈനിലോട്ട് കൊണ്ടുപോകുവാനിടയായി തീർന്നു. അവിടെ നോക്കിയ ഡോക്ടറൊക്കെ നമ്മളോട് ആ സമയത്ത് കൊണ്ടുപോയ സമയത്ത് അന്നേരം ഞാൻ അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഈ വിഷയങ്ങളുണ്ടെന്ന്. പക്ഷേ സ്വർഗത്തിലെ ദൈവം എന്നെ ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി. ആദ്യം എന്നോട് പറഞ്ഞെങ്കിലും എനിക്ക് എത്രത്തോളം ഇത്. പിന്നെ ഒരു ദേവദാസൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു, അതിന്റെ എളുപ്പം വേഗത്തിൽ ഒരുങ്ങ അതുപോലെ ബുദ്ധിമുട്ടുണ്ട്. ആന്റി വന്നെങ്കിലേ ഒപ്പിട്ട് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. വേഗത്തിൽ ചെന്നപ്പോഴത്തേക്കിനും കണ്ടാൽ ജീവിതത്തില് അപ്പോൾ നമ്മൾ താഴെ വീഴുന്ന ഒരു അനുഭവമാണ്. പക്ഷെ ദൈവം ഇവിടുന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഹൃദയത്തിന് ഭയങ്കര വേദനയും ഭയങ്കര ഭാരവും എന്റെ ജീവിതത്തിലുണ്ടായി. കർത്താവിനെ ഉറപ്പിച്ചു ധൈര്യപ്പെടുത്തിയാണ് ദൈവം കർത്താവിന്റെ സാന്ത്വനമേ ഒരു കാര്യം എന്നെ തൊട്ട് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങള് ഹോസ്പിറ്റലിൽ കടന്നു ചെന്നപ്പോൾ പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി എന്നെ ഒത്തിരി ദൈവം ഉറപ്പിച്ചു, എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു. അതിനൊന്ന് പലപ്പോഴും എന്നെ ഉറപ്പിക്കുകയും ദൈവത്തിന്റെ മുന്നേറി ശബ്ദം കേൾക്കുവാന് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അപ്പൊ അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളവിടെ ചെന്ന്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഐശ്വര്യനാഥ് കൊണ്ടുപോയി. അവര് പറഞ്ഞു ഓപ്പറേഷൻ വേഗത്തിൽ വേണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എന്ത് വേണമെന്നൊക്കെ എന്റെ മനസ്സിലാക്കി ഇങ്ങനെ ചിന്തിക്കുവാന്റെ കണക്കെ ദൈവം ഇടയാക്കി. എന്നാല് സ്വർഗത്തിലെ ദൈവം എന്നെ ഉറപ്പിച്ചു, ധൈര്യപ്പെടുത്തി. ഈ ഐശ്വര്യനാഥ് കൊണ്ടുപോയതിനു ശേഷം ഞങ്ങളെ ഈ ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാനും വേണ്ടി ദൈവം ഞങ്ങൾക്ക് ഒരു അവസരം തന്നു. കയറി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ പ്രാർത്ഥന സമയത്തില് ഉള്ളില് നല്ല ഉൾക്കോളം വരുവാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ ശ്വാസം മേലോട്ട് വരുന്ന ഒരു അനുഭവം കാണുവാൻ തക്കണം ദൈവം ഇടയാക്കി. അപ്പൊ ഡോക്ടർമാർക്ക് തന്നെ ഒരു ആശ്ചര്യം. അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു ഹൃദയത്തിന് ആഘാതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അതിന് സക്സസ് ആയി തീരുമാനം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി കൊണ്ടുവന്നതിന് ശേഷം കാണുവാൻ ഇടയായി തീർന്നു. അപ്പോഴും വളരെ പ്രതീക്ഷയോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു. ആരോടും എന്റെ വേദന ഞാൻ പങ്കുവെക്കാറില്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞാൻ നെടുമ്പാട് വീണ ദൈവസന്നിധിക്കാരെയും അതാണ് എന്നെ ഒരമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കും. വചനം തന്ന് പാട്ട് തന്ന് അല്ലെങ്കിൽ എന്നോട് പോയി അല്പസമയം പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കേ. അങ്ങനൊക്കെ ദൈവശബ്ദം കേട്ടും ഉറച്ചും ഉപവസിച്ചും ഒക്കെ കർത്താവിനെ ബലപ്പെടുത്തി. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവന്റെ ആക്സിഡന്റ് ആ സമയത്ത് ഹോസ്പിറ്റലായിരിക്കുമ്പോഴും ഞങ്ങളുടെ സഭ ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടായിരുന്നു. അവര് വൈകിട്ടത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർക്കൊരു മഴ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലിയില്ല. ആ ഒരു അനുഭവത്തിൽ എല്ലാവരും രാത്രി വരും. പിന്നെ ഹോസ്പിറ്റലിന്റെ അവിടെ താഴെ വരും. എന്നിട്ട് എന്നെ വിളിക്കും, ആന്റി ഒന്ന് കാണുമ്പോ ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസമാണ്. എല്ലാവരും വരും. അവർക്ക് പണം കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പക്ഷെ അവരുടെ ശരീരം കൊണ്ടും അവരുടെ മനസ്സുകൊണ്ടും അവരെന്നും വേദനയോടെ എന്നും ആ കുഞ്ഞു പിള്ളേർ മുതൽ വരെയും പിന്നെ എന്നും പ്രാർത്ഥനയും ഉപവാസവും പ്രേയറും ഒക്കെ ആ നിമിഷം വരെയും എല്ലാവരും മാറി മാറി
ഉപവാസവും പ്രാർത്ഥനയും ചെയ്യുമ്പോഴും ഒക്കെ ആയിട്ട് പിള്ളേരാണെങ്കിലും പിള്ളേരും വലിയവരുമല്ല. പിള്ളേരൊക്കെ പ്രാർത്ഥിക്കുന്നത് അതിൽ ഒരു കുഞ്ഞ് ദൈവത്തോട് ചോദിക്കുന്ന കർത്താവേ രക്ഷിപ്പിച്ച നിന്റെ ഞങ്ങളുടെ തലയിൽ ഒരു മുടി കൊഴിഞ്ഞാല് നീ അറിയാതെ ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കുകയില്ലെന്ന് ഇങ്ങനെ പറയുന്നെങ്കിൽ നീ എന്തുകൊണ്ട് എന്റെ പാസ്റ്ററിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഇങ്ങനെ ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു അനുഭവം ഇങ്ങനെ ഉണ്ടായി. അപ്പം അങ്ങനെ അത് പിന്നെ അതിന്റെ ഭാഗമാണെങ്കിൽ ഒരു പാസ്റ്റർ ഇന്നലെ ഒരുപാട് കാര്യങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പഠിക്കുവാന്ന് ഞാൻ വരും എന്നടുത്ത് സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് ഭയമായിരുന്നു എന്നെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന്. പക്ഷെ എന്നെ വന്ന് കാണുമ്പോൾ അവർക്കൊരു ആശ്വാസമായിരുന്നു. എന്നെ എപ്പോഴും അവരെ ഉറപ്പിക്കും, ബലപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. ഞാൻ പറയും ദേവദാസൻ പിന്നെ മടങ്ങി വരുമ്പോഴത്തേക്കിന് നിങ്ങൾ സ്ട്രോങ് ഉള്ള ദൈവമക്കളാകണം. എന്റെ വിശ്വാസികൾ സ്ട്രോങ് ഉള്ളവരായിരിക്കണം എന്നാണ് എപ്പോഴും പാസ്റ്റർ ആഗ്രഹിക്കുന്നത്. എപ്പോഴും അവരോട് പറയും, കരക്കര സഭയെന്ന് പറയുമ്പോൾ അവിടെ കർത്താവിന്റെ സന്നിധി കാണണം, ആരും ഇല്ലാതെ ഇരിക്കരുത്. അവിടെ എല്ലാവരും അഭിഷേകം പ്രാപിക്കണം, കർത്താവിന് വേണ്ടി നിൽക്കണം എന്നാണ് അവരോട് എപ്പോഴും പറഞ്ഞു. അവർക്ക് നന്മയില്ല. പലപ്പോഴും പ്രാർത്ഥനയൊക്കെ വെക്കുന്ന സമയത്തും ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലാണ് തിരിച്ചും ആത്മീയമായി നല്ല കൈത്താങ്ങലും നല്ല ഒരു സഹകരണവുമായിരുന്നു അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായത്. അതുകൊണ്ട് അവർക്ക് ഒരു വർഷത്തേക്കിനാണ് ഞങ്ങളെ വിട്ടത്. അവരെ കണ്ണുനീര് അവര് പറയുന്നത് ഞങ്ങൾക്കൊരാലയം വേണം പാസ്റ്ററെ, ഞങ്ങൾക്കൊരാലയം ഇല്ല, നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞു. അവരെ ആ കണ്ണുനീരിന് മുമ്പിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞാനും എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നമുക്കൊരു ഭർത്താവിനോട് നമുക്ക് ആലോചന ചോദിക്കാം. പിന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് ഇന്ന് ഇവിടെ ഇരിക്കത്തില്ല. കർത്താവ് എപ്പോഴാ കൂടാരം അബ്രഹാം കൂടാരം മാറ്റി മാറ്റി അടിച്ചതുപോലെ എപ്പോഴീ കൂടാരം പിന്നെ ഇവിടുന്ന് മാറണമെന്ന് പറയുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ മാറും. അതുകൊണ്ട് ഉത്സാഹത്തോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഐക്യതയോടെ നിൽക്കുവാനും സഹോദരനെ ദൈവം ഇടയാക്കി. ആ ഒരു 2.5 വർഷം കൊണ്ട് കർത്താവിന്റെ വേല എന്റെ പ്രിയപ്പെട്ടതിന് ശക്തമായിട്ട് ചെയ്തു. ഒരു വിശ്രമമില്ല. ഈ 2.5 മാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ കൊടുകൊടു വരുമ്പോഴത്തേക്കിന് എങ്ങനെ ആ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത്, ഒരു സെക്കൻഡ്, ഒരു നിമിഷം പോലും മഴ, വെയില്, ചൂട്, തണുപ്പ് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഞങ്ങൾ വളരെ ദൂരയിൽ കടന്നു പോയിട്ട് വന്നാലും എന്റെ പിന്നെ വേഗത്തിൽ എനിക്ക് പിന്നെ ഷുഗറിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ സ്കൂട്ടറിന് അങ്ങനെ പോകാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാറിനായിരിക്കും ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം വേഗത്തിൽ സ്കൂട്ടർ എടുത്തുകൊണ്ട് വരുമ്പോ അങ്ങ് വേഗത്തിൽ പോകും. ഒന്ന് മീറ്റിങ്ങിന് വിളിക്കും, പല ഗ്രൂപ്പുകൾ മീറ്റിങ്ങിന് വിളിക്കും, അല്ലെങ്കിൽ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും, അല്ലെങ്കിൽ ആർക്കും വേണ്ടി ഹെൽപ്പായിരിക്കും. ഏത് തരത്തിലായാലും നോന്ന് പറയത്തില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയത്തില്ല. വിശ്രമം കൂടാതെ വളരെ ദ്രുതഗതിയിൽ കർത്താവിന്റെ വേല ചെയ്തു. ഞാൻ അപ്പോഴെല്ലാം ദൈവത്തോട് ചോദിച്ചു, കർത്താവെ ഇതെന്തുവാ, ഒരു ഇതില്ലാതെ ഇതെന്തുവാ, നിന്റെ ഉദ്ദേശം എന്തുവാ കർത്താവെ എന്ന് ചോദിച്ചിട്ടൊന്നും ദൈവം എന്നോടൊന്നും അറിയിച്ചില്ല. അറിയിച്ചാൽ ഞാൻ പിന്നെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന് അറിയാം. ഇതിനിടയിൽ ഈ പിന്നെ ഞങ്ങളുടെ ആലയത്തിന്റെ പണി നടക്കുന്നതിന് മുമ്പ് എന്റെ ദൈവന്മാർ കാണിച്ചതാ ഈ പ്രാർത്ഥന. ഈ ഞായറാഴ്ചത്തെ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന കൂട്ടത്തില് കുഴഞ്ഞു വീഴുന്ന ഒരു അനുഭവം എന്റെ കയ്യിലോട്ട് ഇങ്ങനെ വരുന്ന അതിന്റെ ഫോട്ടോകളെല്ലാം ഞാൻ സഹോദരിമാരോടൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അതിനൊക്കെ മാറ്റം തന്നു. അതിനുശേഷം എന്നെ ദൈവം കാണിച്ച് വീഴ്ചയിൽ ഇങ്ങനെ അവസാനം ഇരുത്തിയേക്കുന്ന ഒരു അനുഭവം. പക്ഷേ അതിനും ഞങ്ങൾ ഇടിവ് നിന്നു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ പിന്നെ ശേഷം ഒന്നും ദൈവന്മാവോ എന്നെ അറിയിച്ചിട്ടോ ഞങ്ങളുടെ സഭയെ പോലും ഒരു കുഞ്ഞുങ്ങളെ പോലും അറിയിച്ചില്ല എന്റെ പ്രിയപ്പെട്ട ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു എന്നുള്ള എന്നാൽ ഞങ്ങൾ ഇടിവ് നിൽക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. കർത്താവിന്റെ വേല പിന്നെ നല്ലൊരു ശതമാനവും ഗൾഫിലാണ് ചെയ്തത്. ഗൾഫിലുള്ളവര് അമേരിക്കയിലൊക്കെ അവരാണ് ആ ടൈമിലെല്ലാം പോയവര്. അവരൊക്കെ ഞങ്ങളുടെ കർത്താവിന്റെ വേല ചീറ്റി ഞങ്ങൾ ഇറങ്ങിയപ്പോ ഹെൽപ്പൊക്കെ ആയിരുന്നുകൊണ്ട് അവർക്കൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ മറുഭാഗത്ത് ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതുപോലെ കർത്താവ് ഞങ്ങളെ മറുഭാഗത്ത് പോഷിപ്പിച്ചു. ആ സമയത്താണ് കുഞ്ഞിനെ പഠിക്കാൻ വിടുന്നതിന് വേണ്ടി MBBS
പഠിക്കാൻ വിടുന്നതിന് വേണ്ടി കർത്താവ് അവസരം ഒരുക്കിയത്. ഇതിനിടയില് എന്റെ കുഞ്ഞിന്റെ മരണത്തിന് ടൈമിലാണ് ഇതുപോലെ അവള് ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എന്നോട് വേണ്ടി മൂത്ത മോളോടും പറഞ്ഞു, മമ്മി ഞാൻ യേശുക്രിസ്തുവിന്റെ അടുക്കലോട്ട് പോവാ, മമ്മി ഭാരപ്പെടല്ലേ എന്ന് പറഞ്ഞു. നേരത്തെ അവള് പറയും, അവര് കുഞ്ഞായിരുന്നത് ഇതിനെക്കാട്ടിലൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് പറയും, ഞാൻ മമ്മിയെ നോക്കിക്കോളാം, നീ പപ്പായെ നോക്കിക്കോളാം, അങ്ങനെ പറയുമായിരുന്നു. ആ ഈ എവിടെയാ ഇത്രയും വയ്യാഴിയ സമയത്ത് ഒടുവിൽ പറഞ്ഞതാണ്, നീ പപ്പായെ മമ്മിയെ നോക്കിക്കോളാം, പപ്പ ഇപ്പം പേഷ്യനായി വീട്ടിൽ ഇരിക്കുക, നീ സൂക്ഷിച്ച് വേണം പൈസകളൊക്കെ ചെലവാക്കാൻ എന്നൊക്കെ പറയും. അന്നേരം ഇവിടെ പിന്നെ എവിടെ പിന്നെ ഈ പോകുന്നതിന് പിന്നെ ഞങ്ങള് പിറ്റേ ദിവസമാണ് ഈ കാര്യം പറഞ്ഞതിന്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രാർത്ഥനയൊക്കെ നടത്തി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നത്. ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ യേശുക്രിസ്തുവിന്റെ അടുത്ത് പോവുക. മമ്മി കരയായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, എടി നീ ഇങ്ങനൊന്നും പറയരുത്, ഞങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടാകും. മമ്മി അല്ല മമ്മി അങ്ങനല്ല, ഞാൻ യേശുക്രിസ്തുവിന്റെ അടുത്ത് പോകും, മമ്മി കരയരുത്, മമ്മി എന്റെ ചേച്ചി മമ്മിയെ നോക്കിക്കോളൂ. അങ്ങനെ ഞങ്ങള് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. പിന്നാണ് ഇങ്ങനെയൊക്കെ. അപ്പം അവർക്ക് എന്റെ മാതാപിതാക്കളെ നോക്കണം എന്നുള്ള ആ ഒരു വലിയ ഭാരം അവിടെ ഹൃദയത്തിലാണ് ഉണ്ടായത് കൊണ്ടാണ് അവൾക്ക് ഇനി ഈ നാട്ടിൽ നിന്നാൽ പറ്റില്ല, എനിക്ക് പഠിക്കാൻ പോകണം. അങ്ങനെയാണ് ദൈവം അവൾക്ക് വേണ്ടി പോകാനുള്ള കാര്യങ്ങൾ ദൈവം വഴി ഒരുക്കി. നീറ്റ് 2 മാസം കൂടി നീറ്റ് എഴുതി അവള് പിന്നെ ഒരു ഏജൻസി ഇതുപോലെ കണ്ടു. അപ്പൊ ആ ഏജൻസി പറഞ്ഞു, മോളെ 2 മാസം മോള് നീറ്റ് എഴുത്, ഈ ബയോളജിക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 95% മാർക്ക് അവർക്ക് ബയോളജിക്ക് ലഭിക്കാൻ 2 മാസം ഒന്നുമില്ലാതെ 2 മാസം നീറ്റ് നന്നായിട്ട് അവള് പിന്നെ കാര്യങ്ങൾ ചെയ്ത് നീറ്റ് നന്നായിട്ട് എഴുതി, നന്നായിട്ട് പഠിച്ചു. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കാണാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. എങ്ങനെ കുഞ്ഞിനെ പഠിപ്പിക്കുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, എങ്കിലും സ്വർഗത്തിലെ ദൈവം ഇതുവരെയും കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരുന്നു. ഞാൻ നന്നായിട്ട് പഠിക്കുവാനൊക്കെ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. 2ാമത്തെ വർഷം 3rd സെമ്മാണ്. കഴിഞ്ഞ ദിവസം ഈ സമയത്താണെങ്കിൽ എന്റെ ഫയലില് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി കടന്നു വരാൻ പറ്റുമെന്ന് തോന്നിയതല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിന് വേണ്ട കാര്യങ്ങൾ ദൈവം ഒരുക്കി. 1 വർഷത്തേക്കിന് മാത്രം ആയിരുന്നു അവർക്ക് അതിന്റെ വിസ ലഭിച്ചത്. അതിൻ്റേത് 5 വർഷത്തേക്കിനുള്ളത് ഇച്ചിരിയോടെ താമസം വരുമായിരുന്നു. പേപ്പറും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ വേഗത്തിലാണ് അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതെന്ന്. 5 വർഷത്തേക്കിനുള്ളത് അടിച്ച് അവിടെ കൈ കൊടുത്തു. അതുകൊണ്ടാണ് അവൾ നാട്ടിൽ വന്നത്. അങ്ങനെ ദൈവം ഇത്രയും പേരെയൊക്കെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. അതുപോലെ ഹോസ്പിറ്റലില് വളരെ ഭാരിച്ച ബില്ലായിരുന്നു. ഒരു 10 ലക്ഷം രൂപ ഒക്കെ ആയി. അപ്പം ഒരു 5 ലക്ഷമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ ഞാൻ ഡോക്ടർ പറയുമായിരുന്നു, ഈ റൂമിലോട്ട് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞപ്പോ റൂമിൽ കൊണ്ടുപോയതിനു ശേഷം ഞാനിങ്ങനെ എന്റെ പ്രേമിന്റെ അടുത്തിരുന്ന് ഞാനിങ്ങനെ കണ്ണുനീരോട് കരഞ്ഞു. എന്റെ കണ്ണുനീര് ദേവത്തിൽ വീണിട്ട് നിന്റെ ദാസനാണ്, ഒരു നന്മയ്ക്ക് പോലും കുറവ് വരുവാൻ ദൈവം അനുവദിക്കരുത്. കടുത്തോട് ഐക്യ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ ഓരോരുത്തരോരുത്തരത്തിന് വേണ്ടി ഞങ്ങളുടെ എന്റെ അക്കൗണ്ടിൽ പൈസ വീഴുവാൻ, ഓരോരുത്തരെ വിളിക്കുവാൻ, നേരിൽ കൊണ്ടു തരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഒന്നിനെ കടം വരാതെ അധികം ഞങ്ങൾക്ക് ലഭിക്കാൻ തന്നെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. എന്റെ കുഞ്ഞിന് കടന്നു പോകുന്ന സമയത്തും ഒക്കെ നന്മകൾ ഞങ്ങളുടെ സെക്ഷനുള്ളവർ എല്ലാവരും, ഇനി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാവരും ഒരുപാട് ശില്പിയൊക്കെ ചെയ്തു. അതിന് ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി ദൈവത്തിന് പറയുകയാണ്. ഇതുവരെ ഒന്നിനും പോരാത്തനമായി ദൈവം കൂടെ ഇരുന്നു. ദൈവം ആശ്വസിപ്പിച്ചു. ഈ മരണത്തിന് ഈ ഹോസ്പിറ്റലില് രാവിലെയും വൈകിട്ടും ഒരു വ്യക്തിയെ പോലും ഈ ഐസിയുവിനകത്ത് കയറ്റാത്ത
ആൾക്കാര് എന്നെ രാവിലെയും വൈകിട്ടും ഐശ്വര്യത്തിൽ കയറി പ്രാർത്ഥിക്കുവാനും എന്റെ പ്രിയപ്പെട്ടവനെ തൊട്ട് പ്രാർത്ഥിക്കുവാനും അതിനും ചൊല്ലി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി. അത് കഴിഞ്ഞ ശേഷമാണ് പ്രാർത്ഥന പ്രതികരിക്കുമായിരുന്നു. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കണ്ണീന്ന് കണ്ണുനീര് വരും, അല്ലെങ്കിൽ കൈ അനക്കും, അല്ലെ കാലനക്കും. ഈ നമ്മൾ ശ്വാസം ഇങ്ങനെ എടുക്കാൻ നമ്മളോട് സംസാരിക്കാനുള്ള ഒരു വ്യഗ്രത. ചിലപ്പം കുഞ്ഞാണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ഒടുവൊക്കെ സമയമായപ്പം സംസാരിക്കുമ്പോൾ പപ്പായോട് തമാശ വന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. അന്നേരം പിന്നെ ചുണ്ട് രണ്ടും കൂടെ അനക്കി ഇങ്ങനെ സംസാരിക്കാനുള്ള കണ്ണുനീര് വരികയും ഒക്കെ ഉള്ള ഇത് നല്ല ഇതായിട്ട് നമ്മളോട്. പക്ഷെ ഒന്നും കൂടെ ആണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ക്ലിയർ ആക്കാത്ത എന്തെങ്കിലും ഞാൻ എപ്പോഴും ഇവിടെ അടുത്തോട് എന്നിരുന്നു പറയും, ഉള്ളുകൊണ്ട് ശരിക്കും ദൈവത്തോട് പിന്നെയും പ്രാർത്ഥിക്കുക, ഒന്നും കൂടെ ശുദ്ധീകരിക്കാനും വേണ്ടി മാത്രമാണ് എനിക്ക് പ്രിയപ്പെടുന്ന ഇട്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഒരു കാര്യത്തിന് ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും എന്റെ ചെറതാണ് അറ്റുപോയത്. ഞങ്ങള് എല്ലാരെയും സംബന്ധിച്ചിടത്തോളം പിണങ്ങി അങ്ങനെയുള്ള ഇത് മാറി നിൽക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഗൾഫിലാണെങ്കിലും എവിടെങ്കിലും പോകണമെങ്കിൽ ചോദിച്ചിട്ടേ പോകത്തുള്ളൂ. ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങള് മുന്നോട്ട് പോയത്. എനിക്കൊരു സഹോദരനും ഒരു ഭർത്താവും പിതാവും സ്നേഹിതനും എല്ലാം കൂടായിരുന്നു. എന്ത് കാര്യം ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി കരുതൽ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി. എല്ലാവർക്കും വേണ്ട രീതിയിൽ ഏത് രീതിയിലാണ് കരുതേണ്ടത് വെച്ചാൽ ഒരു രീതിയിലുള്ള കരുതലായിരുന്നു. ഒടുവിലൊക്കെ ആണെങ്കിൽ അകന്നു നിന്നവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്നേഹത്തിന്റെ ഒരു പിന്നെ സ്ഥലമായിരുന്നു. സ്നേഹത്തിന്റെ ഒരു നിരപ്പ് ശുശ്രൂഷയായിരുന്നു ഇവിടെ ഒടുവിലൊക്കെ എല്ലാവരെയും. അതുകൊണ്ട് എല്ലാവർക്കും വേദനയില്ലാത്ത ഒരു മനുഷ്യരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കരയാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, ഞങ്ങളുടെ ആലയത്തിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് പോകും. അപ്പൊ അവർക്ക് ഇത് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് കടയിൽ കയറുന്ന സമയത്തും അവരോട് സുവിശേഷം പറയുക. മണിക്കൂർ സമയം അവരോട് സുവിശേഷം പറയും. കർത്താവിനെ പരിചയപ്പെടുത്തുന്ന ഒരു സ്വഭാവം, വചനവുമായിട്ട് നല്ലൊരു ബന്ധം. ഞങ്ങളുടെ ചർച്ചിലുള്ള കുഞ്ഞുങ്ങളെ ആയാലും വലിയവരെ ആയാലും വചനം നന്നായിട്ട് പഠിപ്പിക്കാൻ ഒരു സങ്കീർത്തനം തന്നെ ആണെങ്കിൽ 51 സങ്കീർത്തനത്തിനകത്ത് മൊത്തം വാക്യങ്ങളും ഓരോ വരി വെച്ച് എല്ലാം പഠിപ്പിച്ചു കൊണ്ടുവരുമായിരുന്നു. വചനത്തിൽ തികവുള്ളവരായിരിക്കണമെന്നാണ് അവരോട് പറയുന്നത്. പിന്നെ അഭിഷേകം പ്രാപിക്കണം, ആത്മീയത്തിൽ ഒരു വളർച്ച പ്രാപിക്കണമെന്നാണ്. എന്നാൽ ജോലി ഇല്ലാതിരുന്ന സ്ഥാനത്ത് ജോലി ലഭിക്കാനും, എല്ലാ സഹോദരിമാർക്കൊക്കെ ജോലി ഇല്ലാത്തവരൊക്കെ ആയിരുന്നു. അവർക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാനുള്ള സാധ്യത എന്റെ പ്രിയപ്പെട്ടവന് ഒരുക്കും. പിന്നെ അതുപോലെ അവര് ജോലിക്ക് പോകാനും വേണ്ടി ഞങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കും. പറയും, നിങ്ങൾക്ക് നന്മയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്മയുള്ളൂ എന്ന് പറയും. അങ്ങനെ അവരോട് എല്ലാവർക്കും വേണ്ടി ഒരുപാട്. അതുകൊണ്ട് ആത്മാക്കൾ വരുന്നതിന് ഇപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് പിന്നെ 4 പേരുണ്ടെങ്കിൽ പിന്നെ മാതാപിതാക്കളുടെ സഹോദരങ്ങളും അവരുടെ മാതാപിതാക്കളും അവർക്ക് വേണ്ടിയൊക്കെ ഇടിവി നീക്കാനും അവരെയൊക്കെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. അപ്പൊ ഒരു സ്നേഹത്തിന്റെ പിന്നിലാണെങ്കിൽ ഇന്നും അവരുടെ വേദനകളോ ഒന്നും മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് ഓർത്ത് ഭാരപ്പെടണ്ട. ഈ മരിക്കുന്നതിന്റെ ഈ തലേ ദിവസം ഞങ്ങൾ ആദ്യം ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. ആ ഞായറാഴ്ച ദിവസം ഇതുവരെ ഞാനിങ്ങനെ പിന്നെ ടിവിക്കകത്ത് ഇങ്ങനെ മീറ്റിങ്ങിന് കയറിയിട്ടില്ല. ഞായറാഴ്ച ദിവസം അന്ന് പിന്നെ പ്രിൻസിപ്പൽ റാന്നി പാസ്റ്ററായിരുന്നു. അപ്പൊ ഇതുപോലെ ആ പാസ്റ്റർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോ എന്നോട് വിവരണം പറഞ്ഞു, എന്റെ തലയിൽ കറുത്ത ഷോളായിരുന്നു. ആ ഷോൾ എടുത്ത് മാറ്റി ഒരു വെള്ള ഷോൾ ഇട്ടിട്ട് ഞങ്ങൾ കണ്ണീര് കൊണ്ട് ഞാനും എന്റെ നാത്തൂനും ഉണ്ടായിരുന്നു. പാസ്റ്റർക്ക് ഒരു പെങ്ങളേ ഉള്ളൂ, എനിക്കൊരു അനിയത്തി, പാസ്റ്റർക്ക് ഒരു പെങ്ങളുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഭയങ്കര ശക്തമായിട്ട് ഞങ്ങളും ആരാധിച്ചു, ഞങ്ങളും കരഞ്ഞു.
കരഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എന്നെ ദൈവന്മാർ കാണിച്ചൊരു ദർശനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു വേദിയിൽ ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവമാണ് എന്റെ ദൈവന്മാർ കാണിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പ്രിയപ്പെട്ട മടങ്ങി വരും, ഞാൻ ഒന്നിച്ച് കർത്താവിന്റെ വേല ചെയ്യാം എന്നാണ് ചിന്തിച്ചത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ചെയ്തിരിക്കുന്ന വേലയുടെ ആ ആ ചെയ്യാനുള്ള ആ ഒരു കർത്താവിന്റെ വേല ഈ ബാക്കിയുണ്ട്, അത് ചെയ്തെടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വളരെ സ്ഫടികമായ ഒരു മേശ, വളരെ മനോഹരമായിട്ടുള്ള, അതിനകത്ത് കുറെ പിന്നെ കൃപകൾ ഉള്ളതാ. അപ്പം ചില ആ പാത്രങ്ങളിൽ ഒന്നും ഒരു കാര്യങ്ങളും എടുത്തിട്ടില്ല, രണ്ടു മൂന്നും. പക്ഷെ അതൊക്കെ ഭയങ്കര വിശേഷപ്പെട്ടതാണ് ദൈവം എന്നെ കാണിക്കാനിടയായിട്ടത്. അതിൽ നിന്ന് എന്റെ ഈ പാത്രത്തിലോട്ട്, എന്റെ ട്രേയിലോട്ട് ഇതും വളരെ പിന്നെ സ്ഫടികമായിട്ടുള്ള ഇതാ അതിനകത്തോട്ട് പകർന്നു വരുന്നു. അപ്പം എനിക്ക് നല്ലതുപോലെ അത് അന്നേരം എനിക്ക് മനസ്സിലായില്ല, അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളാണല്ലോ എന്ന്. ഇനി എനിക്ക് ബാക്കി വെച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു ദൈവകൃപയുടെ ഇതാ എന്നെനിക്ക് നല്ലതുപോലെ ബോധ്യമാണ്. അത് കഴിഞ്ഞ ശേഷം ദൈവത്തോട് പിന്നെയും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ഒരു 7 ദിവസം ഞാൻ വൈകിട്ട് ഒരു നേരം കഴിച്ചുകൊണ്ട് ഉപവാസത്തോടായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, അവിടുന്ന് അപ്പോഴത്തേക്കും ഒരുവിധമൊക്കെ കുറവായി, പിന്നെ റൂമിലോട്ട് മാറ്റിയല്ലോ. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് വിടാം. വീട്ടിൽ അന്നേരം അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന രീതിയിൽ തന്നെ ബെഡ് അതുപോലൊക്കെ ആക്കി, പിന്നെ ഓക്സിജനും ഒക്കെ അങ്ങനെ കൊടുക്കാത്തൊക്കെ വേണം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഞായറാഴ്ച ദിവസം ഇങ്ങനെ കണ്ടു. ഈ വെള്ളിയാഴ്ച പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് വെളുപ്പിന് 4 മണിയായപ്പോ കഴിഞ്ഞപ്പം ഞങ്ങള് ഈ 5 മണിക്ക് ഒരു ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. 4 മണിയാകുമ്പോഴേ പ്രാർത്ഥിക്കാൻ തന്നെ എഴുന്നേറ്റു. 4 മണി ഇച്ചിരി മുമ്പാ ഈ സംഭവം. പിന്നെ ഞാനിങ്ങനെ കാണുക, ഞങ്ങൾക്ക് നല്ല ക്ഷീണം, ദേഹം ഇങ്ങനെ ഉറങ്ങും. അപ്പൊ ഞാനിങ്ങനെ കാണുക, വളരെ വളരെ ഫുൾ പവറോടുകൂടി എന്റെ പ്രിയപ്പെട്ടവന് വെള്ള ഷർട്ടും വെള്ള മുണ്ടും, ഇതുവരെ പാലല്ലാതെ അങ്ങനെ മുമ്പ് എടുക്കാറ്. ഞാൻ അന്നേരം ഇത് കണ്ടു പെട്ടെന്ന് ഈ പറഞ്ഞ എന്നെ തട്ടി ഉണർത്തുന്നതിന് വേണ്ടി ഇങ്ങനെ വരുക. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു, ഞാൻ ഉണർന്നു. ഞാനിത് കണ്ട് എഴുന്നേറ്റപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ഐസിയുവിൽ വന്നു. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ CPR പിന്നെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഒന്ന് നോക്കി പോയി ഒരു ചുമല കൊടുത്തിട്ട് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ എങ്ങനെയാണ് മുന്നോട്ട് നിനക്കറിയാം, നീ എന്നോട് സംസാരിക്കണമെന്ന് ദൈവത്തോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ നിമിഷം എന്നോട് ദൈവമോ ഇടപെട്ട ഒരു വാക്യമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടുണ്ട്. ഈ ഒരൊറ്റ വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടുണ്ടെന്ന്. ആ ഒരു ഒറ്റ വാക്യമാണ് എന്നെ ഇതുവരെ മനസ്സോട് നിർത്തിയിരിക്കുന്നത്. ആ ദൈവശബ്ദത്തിന് മുമ്പിൽ കർത്താവെ ദൈവസന്നിധിയെ സമർപ്പിച്ചു. ദൈവനെ ഉറപ്പിക്കാൻ, അതുപോലെ തന്നെ എന്റെ പൈതനെ ഉറപ്പിക്കണേ കർത്താവെ. ഞാൻ എപ്പോഴോട് പറഞ്ഞു, മോന പപ്പായ്ക്ക് ഇച്ചിരി കൂടുതൽ, നമുക്കൊന്നും പറയാനില്ല. അന്നേരം ഈ പപ്പായ്ക്കുള്ള ഓരോ വിഷയങ്ങളും ഒരു ദിവസം ഡോക്ടർ അവളോട് സംസാരിച്ചു. പിന്നെ 2 പ്രാവശ്യം ആണെങ്കിൽ ഈ രോഗത്തിന്റെ സെമ്മറി അയച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം അവൾക്കും അറിയാം. അവളും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ടും കർത്താവ് അവളെ ബലപ്പെടുത്തിയത് കൊണ്ടും ഈ വിഷയം ഞാൻ എന്നോട് ചോദിച്ചു, മുന്നേ എന്തോ ഉണ്ടെങ്കിലും പറയണേ. ഞാൻ പറഞ്ഞത് കൂടുതലാ. പിന്നെ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഒരു വല്ലാത്തൊരു കണ്ടീഷനാണ്. ഇന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേക്കിനും ഇവിടെ ഈ ഡോക്ടർ അടുക്കലോട്ട് പോയതാ. ആ സമയത്ത് തന്നെ ഈ ഫേസ്ബുക്കിനകത്തൊക്കെ കണ്ട് എന്റെ കുഞ്ഞറിഞ്ഞു. അപ്പൊ അവള് ഭയങ്കര സങ്കടപ്പെട്ടു. എന്നോട് പറഞ്ഞു, ഇപ്പൊ ഞങ്ങള് 2 പേരും കൂടെ, ഞാൻ അവളോട് പറഞ്ഞു, കരയെന്ന് എനിക്ക് പറയാൻ പറ്റൂ. ദൈവങ്ങളെ ഉറപ്പിച്ചു, എന്നെ ഉറപ്പിച്ചു.
കർത്താവ് തരുന്ന ആയുസ്, ആരോഗ്യം, കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ചു. എനിക്ക് നല്ല ഭർത്താവായിരുന്നു എന്റെ പ്രിയപ്പെട്ടവർ. അതേപോലെ ഞാൻ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് ആങ്ങളില്ലാത്ത സ്ഥാനത്ത് അതേ ഒരു സ്നേഹം തന്ന അതുപോലെ എന്റെ അനിയത്തിയോട് ഒരു ഇച്ചിരി എഴുതാറുണ്ടെങ്കിലും പക്ഷേ അവളുമായിട്ട് നല്ല അവൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എന്റെ വിവാഹം. അങ്ങനെ എല്ലാ രീതിയിലും ദൈവം ഇത്രയും വലിയ അർത്ഥം പ്രവർത്തിച്ചു. എല്ലാരും ചോദിച്ചു എങ്ങനാ ഇത്രയും മനക്കെട്ടി. ഞാൻ പറഞ്ഞു ദൈവം എന്നെ ഓർപ്പിച്ചു, ദൈവം എന്നെ ബലപ്പെടുത്തി, കർത്താവ് തരുന്ന ആയുസ്സും ആരോഗ്യം, കർത്താവിന് വേണ്ടി നിൽക്കും എന്ന് ഞാൻ അവരോടെല്ലാം പറഞ്ഞു. പക്ഷേ ഇതുവരെ ദൈവം നോക്കിയ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. എന്റെ പൈതലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനി 4.5 വർഷം കൂടെ ഒക്കെ പഠിക്കാനുണ്ട്. ഒന്നിനും മുട്ട് വരാതെ കർത്താവ് സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ദൈവമക്കളെ സാറിന്റെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. ഇങ്ങനൊരു വേദി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ കഴിഞ്ഞ വർഷം 2 പ്രാവശ്യം എന്നോട് കർത്താവിന്റെ ദാസനാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ കയറുന്ന ആ കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞതാണ് ഹോസ്പിറ്റലുകളിൽ ആന്റിയുടെ പേര് വരുമോ. പക്ഷേ ഞാൻ ചിന്തിച്ചു കർത്താവ് എനിക്ക് അങ്ങനെ ഒരു, പക്ഷെ ഇപ്പോഴാണ് ദൈവം ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ ശോധനകളും വളരെ വേദനയും തീക്ഷണയുടെ അനുഭവമാണ്. പക്ഷെ അവിടെ എല്ലാം ദൈവം വചനത്തിൽ കൂടെ എന്നെ ഉറപ്പിച്ചു. വചനം അതുപോലെ ദൈവത്തിന്റെ ശബ്ദം വിശുദ്ധിയോടെ നിൽക്കുവാൻ കർത്താവ് ഇതുവരെയും ദൈവം ഇടയാക്കി. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. തുടർന്ന് പ്രാർത്ഥന ചോദിക്കുകയാണ്. എന്നെ കേട്ട എന്റെ സാക്ഷ്യം കേട്ട ഓരോരുത്തരും കർത്താവ് ഉറപ്പിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ടീച്ചറുടെ അനുഭവം പിന്നെ പലതരത്തിലാണ്. ഓരോരുത്തരുടെയും ഓരോ തലങ്ങളിലാണ് വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ കർത്താവ് ഇന്ന് ദൈവം വന്നാൽ നമ്മൾ ഇന്ന് പോകണം. അതുപോലെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വളരെ ഒരു പ്രത്യാശയോടെ നമുക്ക് നിൽക്കണം. കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും തന്നാൽ ഒരു ഉപദേഷ്ടാവും മറന്നു പോകയില്ല. വചനത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. ഓരോ നിമിഷവും കർത്താവ് എപ്രകാരമാണ് ആഗ്രഹിക്കുന്നതെന്ന് എപ്രകാരം കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരിക്കലും തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഇപ്പൊ ഒറ്റയായതുകൊണ്ട് ഇനി എന്തും വിശ്വാസത്തിന് നമ്മളോട് പോരാ. മറ്റേ കൂട്ടുണ്ട്, നമ്മുടെ കൂടെ ഒരു കൂട്ടാളിയുണ്ട്, ഒരു തുണയുണ്ട് എന്നുള്ള ആ ഒരു ഇത് ഉണ്ട്. ഇപ്പൊ ദൈവം ഫലം കരുത്തി പിടിച്ചത് കൊണ്ടാണ് പിന്നെയും ബലത്തോട് ദൈവം നിൽക്കുന്നത്. പിന്നെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഈ ഒരു വേദി ഒരുക്കി തന്നതിന് നന്ദി ദൈവത്തിന്.